മരണാനന്തര നീതിയും സിസ്റ്റത്തിന്റെ വീഴ്ചകളും. മൻമോഹൻ സിംഗിന്റെ ക്ലീൻ ചീറ്റ് ഉയർത്തുന്ന ചോദ്യങ്ങൾ. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരിലൊരാളും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് കൽക്കരി കുംഭകോണ കേസിൽ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. CBI സമർപ്പിച്ച കേസ് അവസാനിപ്പിക്കൽ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചതോടെയാണ് ദീർഘകാലം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്ക് അന്ത്യമായത്. എന്നാൽ ഒഡീഷയിലെ താലാബീര 2 കൽക്കരിപ്പാടം സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പ്രധാനമന്ത്രി കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെയും നിയമ സംവിധാനത്തിന്റെയും പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൽ ഉയർന്നുവരുന്നത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ 2005-ൽ താലാബീര ബ്ലോക്കിൽ ഹിൻഡാൽകോ കമ്പനിക്ക് നിയമവിരുദ്ധമായി ഖനനത്തിനുള്ള അനുമതി നൽകിയെന്നായിരുന്നു കേസ്. ഇതുമായി ബന്ധപ്പെട്ട് 2015 ജനുവരി 20-ന് CBI മൻമോഹൻ സിംഗിനെ ചോദ്യം ചെയ്തിരുന്നു. ആദിത്യ ബിർള ഗ്രൂപ്പ് ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ഹിൻഡാൽകോ കോൾ പാടം അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ ആദ്യം നിരസിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് അനുവദിക്കപ്പെടുകയായിരുന്നു. കേസിൽ മുൻ കൽക്കരി സെക്രട്ടറി PC പരേഖ്, വ്യവസായി കുമരമംഗളം ബിർള എന്നിവരുൾപ്പെടെ 6 പേരെ പ്രതികളാക്കി കോടതി സമൻസ് അയച്ചിരുന്നു. തന്നെപ്പോലുള്ള ജനപ്രതിനിധികളെ വിചാരണ ചെയ്യുന്നതിന് ആവശ്യമായ മുൻകൂർ അനുമതി ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മൻമോഹൻ സിംഗ് യാതൊരുവിധ കുറ്റകൃത്യവും നടന്നിട്ടില്ലെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ കേസിൽ ഏറ്റവും ദൗർഭാഗ്യകരവും ലജ്ജാകരവുമായ വസ്തുത ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അന്വേഷണ ഏജൻസിയും കോടതികളും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നത് എന്നതാണ്. ജീവിച്ചിരുന്ന കാലത്ത് വ്യക്തിത്വത്തിനും നിഷ്കളങ്കതയ്ക്കും മേൽ കരിനിഴൽ വീഴ്ത്തുകയും രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ ആയുധമാക്കുകയും ചെയ്ത ഒരു കേസിൽ വ്യക്തിയുടെ മരണശേഷം മാത്രം നീതി ലഭിക്കുന്ന അവസ്ഥ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനകരമാണ്. വൈകിയ നീതി നീതി നിഷേധമാണ് എന്ന ആപ്തവാക്യം ഇവിടെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. ഒരു കാലത്ത് കൂട്ടിലടച്ച തത്ത എന്ന് പരമോന്നത കോടതി തന്നെ വിശേഷിപ്പിച്ച CBI മതിയായ തെളിവുകളോ അടിസ്ഥാനമോ ഇല്ലാതെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയെ കേസിൽ 6ാം പ്രതിയാക്കിയത്. അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ വിശദമായ പരിശോധന നടത്താനും കേസിന് ആധാരമായ തെളിവുകളുടെ അഭാവം നേരത്തെ കണ്ടെത്താനും അന്വേഷണ ഏജൻസിക്ക് സാധിക്കണമായിരുന്നു. പകരം വർഷങ്ങളോളം കേസ് നീട്ടിക്കൊണ്ടു പോവുകയും ഒടുവിൽ പ്രതിയുടെ മരണശേഷം കേസ് അവസാനിപ്പിക്കാൻ അപേക്ഷ നൽകുകയും ചെയ്ത CBIയുടെ നടപടി അന്വേഷണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അധികാരത്തെ ക്രിമിനൽ കുറ്റമായി ചിത്രീകരിക്കുന്ന പ്രവണതയും ഇതിലൂടെ വ്യക്തമാകുന്നു. ഉദ്യോഗസ്ഥ തലത്തിലോ ഭരണതലത്തിലോ സംഭവിക്കുന്ന തീരുമാനങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാതെ രാഷ്ട്രീയ പ്രേരിതമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ പോലും പ്രതികൂലമായി ബാധിക്കും. വ്യക്തിഗതമായ അപമാനങ്ങൾക്കും മാധ്യമ വിചാരണകൾക്കും ഇരയായ ശേഷം മരണാനന്തരം ലഭിക്കുന്ന ഇത്തരം ക്ലീൻ ചിറ്റുകൾ കൊണ്ട് ആർക്കാണ് പ്രയോജനം? കളങ്കപ്പെട്ട പ്രതിച്ഛായയുമായി ജീവിക്കേണ്ടി വന്ന ഒരു മഹത് വ്യക്തിയോട് ചരിത്രവും വ്യവസ്ഥിതിയും ചെയ്ത അനാദരവാണിത്. അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ഉപയോഗം അവസാനിപ്പിക്കാനും അനാവശ്യ കേസ് വിചാരണകൾ വേഗത്തിൽ തീർപ്പാക്കാനും നിർണായകമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നീതിന്യായ വ്യവസ്ഥ തയ്യാറാകണം. അല്ലാത്തപക്ഷം ഇനിയും നിരപരാധികൾ മരണത്തിന് ശേഷമുള്ള ഇത്തരം വൈകിയെത്തുന്ന നീതികൾക്ക് ഇരയാകേണ്ടി വരും.